പി വി അൻവർ, സ്വാഗതം ബിഗ് ടിവിയുടെ ഈ ബിഗ് ഇലക്ഷൻ ലൈവത്തോണിൽ അതിഥിയായി എത്തിയതിന്. ആദ്യത്തെ ചോദ്യം, ബേപ്പൂരിൽ നിന്ന് മുഹമ്മദ് റിയാസിനെ തറപറ്റിച്ച് നിയമസഭയിലേക്ക് എത്തുമോ? അവിടെ നിറങ്ങേണ്ടി വന്നൊരു സാഹചര്യമുണ്ട്. അതിനുള്ള മധുര പ്രതികാരം കേരളം കാണുമോ? എനിക്കതിൽ പറയാനുള്ളത്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അടുത്ത നിയമസഭയിൽ റിയാസിനെ തോൽപ്പിച്ച് ഞാൻ നിയമസഭയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനിയുള്ള കാര്യം നിങ്ങളോട് പറയാനുള്ളതാണ്. ക്ഷമയോടെ നിങ്ങൾ കേൾക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി, ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി, പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി. എന്റെ മോൻ പോയി തൂങ്ങിച്ചത്. ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛൻ ചെയ്യാൻ പറ്റില്ല. മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000 എന്നിങ്ങനെ നീളുന്നു സർക്കാർ കണക്ക്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്ന് പറയും. കൊടുങ്കാട്ടിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണ ചെലവ് 10 കോടി. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? ബേലിപ്പാലം 1 കോടി. ഇങ്ങനെ അത് പോവുക. പെട്ടെന്ന് കേൾക്കുന്ന ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകൾ. വയനാടിന്റെ പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടര്